രണ്ട് തവണയായുള്ള പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവും ചുവരെഴുത്ത് പോസ്റ്റർ പ്രചാരണവും തൃശൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളെയും അനൗദ്യോഗികമായി രംഗത്തിറക്കി പ്രചാരണം ആരംഭിച്ച് ശക്തന്റെ തട്ടകം. ആദ്യം റിപ്പോർട്ട് കാണാം. പോര് മുറുകുകയാണ് തൃശൂരിൽ. ടി.എൻ. പ്രതാപനും സുരേഷ് ഗോപിക്കും പുറകെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വി.എസ്. സുനിൽകുമാറിനെ കൂടി രംഗത്തിറക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സുനിൽകുമാറിന്റെ ഫോട്ടോയും ചിഹ്നവും വെച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സുരേഷ് ഗോപിക്ക് വേണ്ടിയും ടി.എൻ. പ്രതാപന് വേണ്ടിയും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ വരവിന് ശേഷം വാക്പോരും തൃശൂരിനെ ചൊല്ലി ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് തൃശൂരിൽ മത്സരമെന്ന ടി.എൻ. പ്രതാപന്റെ പ്രസ്താവനയും മോദിയുടെ സന്ദർശനവും വിമർശിച്ച് മന്ത്രി കെ രാജൻ രംഗത്തെത്തി. നിങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് കരുതുന്ന വിധത്തിൽ എന്തെങ്കിലും ഈ തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്? എന്തിനാണ് അനാവശ്യമായി ബി.ജെ.പിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ, ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കാൻ, ഞങ്ങളും നിങ്ങളും തമ്മിലാണ് മത്സരമെന്ന് പറയാൻ അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മതനിരപേക്ഷമായിട്ടുള്ള തൃശ്ശൂർ തിരിച്ചറിയും. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുകയും ചെയ്യാം. CPM ബി.ജെ.പി കൂട്ടുകെട്ടാണ് തൃശൂരിലെന്നും ഇതിൽ CPIയെ ബലിയാടാക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വിമർശിച്ചു. അന്തർധാര വ്യക്തമായി കഴിഞ്ഞു. തൃശ്ശൂർ ഏതാണ്ട് CPIനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ബാക്കി ഘടകകക്ഷിനെ അവിടെ കുരുതി കൊടുക്കുന്നുള്ളത് ഇലക്ഷനിൽ കാണാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പ്രാദേശിക തലത്തിൽ സംഘടനാ സംവിധാനങ്ങൾ സജീവമാക്കാനുള്ള നീക്കത്തിലാണ് എല്ലാ മുന്നണികളും. അതിനായുള്ള ഒരുക്കങ്ങളും തകൃതിയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. അങ്ങനെ പ്രചരണം അനൗദ്യോഗികമായി കൊണ്ടാടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം എൻ ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം കെ വത്സരാജ് CPയുടെ ജില്ലാ സെക്രട്ടറി, ഒപ്പം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ വത്സരാജിലേക്ക്. ശ്രീ കെ വത്സരാജ്, സാധാരണ നമുക്കറിയാം എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായ ചിട്ടവട്ടങ്ങൾ ഉണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. BJPക്കാണെങ്കിൽ അതിൻ്റെ പാർലമെന്ററി പാർട്ടി ഡൽഹിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം, CPMനോ അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചോളം CPIക്കാണ് ആ സീറ്റ് ഉള്ളത്. CPIക്കും അതിൻ്റെതായ ചർച്ചകൾക്ക് ശേഷം ഉള്ള പ്രഖ്യാപനം അത് നേതൃത്വത്തിൽ നിന്നും വരേണ്ടതാണ്. കോൺഗ്രസിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റ് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ചുവരെഴുത്തുകളും വി.എസ്. സുനിൽകുമാറിൻ്റെ പേരിലുള്ള സുനിലേട്ടനായി ഒരു വോട്ട് എന്ന സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കമൻറ്റുകളും പോസ്റ്ററുമൊക്കെ വരുമ്പോൾ പാർട്ടി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തൃശ്ശൂർ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അല്ലെ പ്രൊജക്ഷനിലേക്ക് എത്തുന്ന സംസ്ഥാനത്തെ ആദ്യ ഒരു മണ്ഡലമായി മാറുന്നു എന്ന പ്രത്യേകത കൂടി വരികയാണോ? അതോ കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരു വികാരത്തിലേക്ക് മാറുന്നു, അതാണോ കാണേണ്ടത്? എങ്ങനെയാണ് പാർട്ടി ഇന്നത്തെ ഈ പോസ്റ്ററിനെയൊക്കെ കാണുന്നത്? അല്ല, മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അഭിപ്രായം പറയാനും ഒക്കെയുള്ള അവസരം ഈ സോഷ്യൽ മീഡിയ പ്രദാനം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള കീഴ്വഴക്കങ്ങൾ മാറുകയോ സംഘടനാപരമായി പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ കൊണ്ടുവരുന്നു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് പാർട്ടിക്ക് അതിൻ്റെ നിയതമായ രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെ നടത്തുക. ശ്രീ എൻ ശ്രീകുമാർ, പ്രതാപത്തോടെ തുടരട്ടെ എന്ന ചുവരെഴുത്തുകളാണ്. പ്രതാപൻ ഒരു തവണ തിരുത്തി എന്ന് പറയുന്നു, അതിടപെട്ട്. പക്ഷേ എങ്കിലും ആളുകളൊക്കെ തന്നെ ഇത് ഒരു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ചുവരെഴുത്തുകളുമായി മുന്നോട്ട് പോകുന്നു. പ്രതാപന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയെന്നാണോ തൃശ്ശൂരുകാരൻ എന്ന നിലയിൽ കൂടി അവിടെ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ മനസ്സിലാക്കുന്നത്? ഒരു ഇലക്ഷൻ ചൂട് തൃശ്ശൂരിൽ നിന്നാണോ കൈവരുന്നത്? ബ്രിട്ടീഷ് ഒരു കാര്യം വളരെ വ്യക്തമാണ്. തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപൻ തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അതിൽ തർക്കമൊന്നുമില്ല. 99.5% വി.എസ്. സുനിൽകുമാറാണ് CPI സ്ഥാനാർത്ഥി. ഏതാണ്ട് 100% നമ്മുടെ സുരേഷ് ഗോപിയാണ് BJP സ്ഥാനാർത്ഥി. ഇത് മൂന്നും തൃശ്ശൂരിലത്തെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കി 19 മണ്ഡലങ്ങളിലും നമുക്ക് ഇങ്ങനെ ആധികാരികമായി പറയാൻ കഴിയില്ല. ഇതിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. രാഷ്ട്രീയമാണ് കേട്ടോ, രാഷ്ട്രീയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, അത് വേറെ വിഷയം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 3 മുഖങ്ങൾ മാറില്ല എന്ന് നമ്മൾ പറയാൻ കാരണം ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കാരണം തൃശ്ശൂര് മുഖ്യ മത്സരം LDFും UDFും തമ്മിലാണ്, യാതൊരു തർക്കവും വേണ്ട. ഇതൊരു ഒരു എന്താ പറയുക, ത്രികോണ മത്സരമാക്കി മാറ്റാൻ ശ്രീ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയും. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി ആണെങ്കിൽ അത് ത്രികോണ മത്സരമായിട്ട് മാറുള്ളൂ. അതിപ്പോൾ അദ്ദേഹം തന്നെയാണെന്ന് ഏറെക്കുറെയൊക്കെ നമുക്ക് ഊഹിക്കാം.
കാരണം അങ്ങനെയാണല്ലോ BJP-യുടെ ആ ഒരു നേതൃനിര ഇവിടെ തൃശ്ശൂർ വന്നതും പ്രധാനമന്ത്രി വന്നതും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രതാപനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചുവരെഴുത്ത് നടത്തുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ 2 ഗുണം കോൺഗ്രസിന് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള ആശയപരമായ എതിർപ്പും, അതുപോലെ തന്നെ അവരുടെ ചില നയപരമായ എതിർപ്പ്, അതുപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ചില ഈ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊപ്പം തന്നെ LDF ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം, അതൊരവസരം കാത്തിരിക്കുകയാണവര്. അത് ലോക്സഭ പഞ്ചായത്തെന്നോ നിയമസഭ പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരവസരം, ആഞ്ഞു കുത്താനൊരവസരം. അപ്പൊ അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആണ് ഇവിടെ കോൺഗ്രസിന് എന്ന് ആർക്കും സംശയരഹിതമെന്നേ പറയാൻ കഴിയും. ഇവിടെ ശ്രീ വത്സരാജ്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ VS സുനിൽകുമാറിനെതിരെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ എന്താകും കാരണം? ഇന്നലെ പ്രതാപന്റെ ചുവരെഴുത്ത് ഗംഭീരമായി വന്നു എന്നുള്ളതുകൊണ്ടല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയ കിടക്കുന്നത് 2016 ശ്രീ സുനിൽകുമാർ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴുള്ള ചുവരെഴുത്താണ് കേട്ടോ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത് അങ്ങനെയാണ് വരിക എന്നുള്ളത് ഏതാണ്ട് രാഷ്ട്രീയമായിട്ട് അറിയുന്നവർക്ക് അത് മനസ്സിലാവും. ഈ പ്രധാനമന്ത്രി വന്നു, അതുകൊണ്ട് സംഘാടക മികവ് വ്യക്തമാക്കി BJP എന്നൊക്കെ നമ്മുടെ ചില പത്രസുഹൃത്തുക്കൾ പറയുന്നുണ്ട്. സംഘാടക മികവല്ലല്ലോ വോട്ടാവുന്നത്. വോട്ടാവുന്നത് എന്താണ്? അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രജീഷ് ഒരു കാര്യം മനസ്സിലാക്കും, നമ്മളൊരു 10 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യവും കണക്കുകൂട്ടലൊന്നും ഇനി നടക്കില്ല. കാരണം പുതിയ വോട്ടർമാരെ, പുതിയ തലമുറ, തൊഴിലില്ലായ്മ പ്രശ്നം, തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുന്നു, ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, ശമ്പളമില്ലാത്തൊരവസ്ഥ വരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന അവസ്ഥ വരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിന്റെ നമുക്ക് വിശദമായ ചർച്ചകളിലേക്ക് പോകും മുമ്പ് BJP പ്രതിനിധിയിലേക്ക് ശ്രീ കൃഷ്ണദാസ്, ഇവിടെ പ്രധാനമന്ത്രിയാണ് വന്ന് കാടിളക്കി പോയത്. അതിന്റെ പിന്നാലെ മറ്റ് പാർട്ടിക്കാർക്കും അവരുടെയൊക്കെ തന്നെ ഈ പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഗോതയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണോ? അങ്ങനെ പെട്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രൊജക്ഷൻ? എന്താണ് നിങ്ങൾക്കും അറിയാം, ഒരു BJP സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി പാർട്ടി ചേർന്ന് ഡൽഹിയിൽ നിന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകേണ്ടത്. അതിനു മുമ്പേ പ്രധാനമന്ത്രി തന്നെ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്നൊരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ മറ്റ് പാർട്ടികൾ കൂടി അത് അനുകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക്, രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ BJP? കേരളത്തിൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BJP നിശ്ചയിക്കുന്ന അജണ്ടക്കനുസരിച്ച് മാറുന്നൊരു സാഹചര്യത്തിലേക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മാറുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഇടത് വലത് മുന്നണികൾ രണ്ടായി നിന്നുകൊണ്ട് മത്സരിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് BJP വിരുദ്ധമായിട്ടുള്ള ഒരു ചേരിയും BJP ചേരിയും തമ്മിലാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ ആളുകൾ CPM മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ, CPI മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ആരെ പിന്തുണക്കും? ഇനി ഇടതുമുന്നണിയിലുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ, അവർക്ക് രാഹുൽ ഗാന്ധിക്കെതിരായി നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുമോ കേരളത്തിൽ? രാഹുൽ ഗാന്ധിക്ക് കേരളമല്ലാതെ മറ്റൊരു സുരക്ഷിത സ്ഥലമുണ്ടോ മത്സരിക്കാൻ? ഇതെല്ലാം ഈ കേരളത്തിൽ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയുടെ വിഷയങ്ങളാണ്. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി വന്ന് കാടിളക്കി എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി ഇളക്കിയത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ്. കേരളത്തിലെ യുവാക്കളുടെയും സ്ത്രീകളുടെയും, കേരളത്തിൽ ആബാലവൃദ്ധം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളിൽ, പ്രത്യേകിച്ച് കർഷകരടക്കമുള്ള ആളുകൾക്ക് നേരിട്ട് അവരുടെ സർക്കാരിൻ്റെ ഗുണഫലം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു തൃശ്ശൂരിൻ്റെ ഒരു ഭൂമിശാസ്ത്ര ഘടന, അതിൻ്റെ ഒരു സോഷ്യൽ വർക്കിംഗ് ഫോഴ്സ്, അവിടുത്തെ ആ ഒരു സാമൂഹ്യ പശ്ചാത്തലം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജാതി സമവാക്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. മാത്രവുമല്ല, കഴിഞ്ഞ തവണത്തെ ഒരു തിരഞ്ഞെടുപ്പ് ഫാക്ടേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ TN പ്രതാപനും നമ്മുടെ സുരേഷ് ഗോപിയാണ് ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചിരുന്നത്. സുരേഷ് ഗോപി തന്നെയാണ്, സംശയമില്ല. അല്ലെങ്കിൽ മറ്റൊരാൾ വരുമ്പോൾ സംശയമില്ല. അപ്പോൾ ഇവർ നമ്മളെ വോട്ടിൻ വിഹിതം പാറ്റേൺ 10% അങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഒരുപാടുണ്ട്. മനസ്സിലാക്കിയാലും അത് വോട്ട് പെട്ടിയിലേക്ക്, ഇലക്ട്രോണിക് മെഷീനിലേക്ക് പോകണം. അതിലെന്ത് ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്? അല്ല, ഈ ഇഷ്യൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം,
കേരളത്തിൽ എന്ത് ചർച്ച ചെയ്യും, കേരളം എങ്ങനെ BJPക്ക് അനുകൂലമാകുമെന്നുള്ളതല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ ശ്രീ PC തോമസ് BJPയുടെ NDAയുടെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ മൂവാറ്റുപുഴ പോലെയുള്ളൊരു മണ്ഡലത്തിൽ PC തോമസ് എങ്ങനെയാണ് വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അപ്പോൾ കേരളത്തിൽ BJPക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം എന്നുള്ളത് അന്യമല്ല എന്ന് അന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊരു ആദ്യത്തെ സംഭവമല്ല. NDAയുടെ ഘടകകക്ഷി കഴിയുമോ ശ്രീ കൃഷ്ണദാസ്? അന്നത്തെ മണ്ഡലത്തിന്റെ സാഹചര്യവും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ ഉണ്ട്, അതും നമ്മൾ വിസ്മരിച്ചുകൂടല്ലോ. തൃശ്ശൂരിലെ ജനങ്ങൾ നിലവിൽ നേരത്തെ പാർലമെന്റിൽ മൂവാറ്റുപുഴയിൽ BJPക്ക് ഉണ്ടായ വിജയം, NDAക്കുണ്ടായ വിജയം, അതിന് സമാനമായിട്ടുള്ളതോ അതിനേക്കാൾ വലുതുമായിട്ടുള്ള വിജയത്തെ സംബന്ധിച്ച് തൃശ്ശൂർ ആ നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് നടത്തിയിട്ടുള്ള പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി BJP പ്രവർത്തകരെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും 2 തവണ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം വരികയും അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുകയും ആളുകളെ കാണുകയെല്ലാം ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എല്ലാം അപ്പുറത്ത് കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനത്ത് വലിയ തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ, ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നാഷണൽ ഹൈവേയുടെ വികസനവുമായി മോദിയുടെ കേന്ദ്ര പദ്ധതി. ജനങ്ങളിലേക്ക് മടങ്ങിയ ശ്രീ വത്സരാജ്, ഇന്നിപ്പോൾ എന്താ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, CPI അവിടെ കുരുതി കൊടുത്തേക്കു എന്നുള്ളതാണ്. അങ്ങനെ അതാണ് CPMന്റെ നീക്കം എന്നുള്ളതാണ്. അതിന് പൊളിറ്റിക്കൽ ഛായയുണ്ട്. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ മണ്ഡലത്തിന്റെ സ്വഭാവം ഈ കഴിഞ്ഞ 5 വർഷക്കാലം CPIക്ക് അല്ലെങ്കിൽ ഇടത് സ്വഭാവം, കാരണം ഇടതിൻ്റെ ശക്തമായ ശൃംഖലയും അടിവേരുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതിലേക്ക് ഒരു ചേഞ്ച് വന്നു 5 വർഷം. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ VS സുനിൽകുമാർ എന്നതിലേക്കാണ് എത്തുന്നത് എല്ലാ പേരുകളും. ഒരു പരുവപ്പെട്ട ഒരു അന്തരീക്ഷം CPI പ്രതീക്ഷിക്കുന്നുണ്ടോ? ആത്മവിശ്വാസം എന്താണ്? നിങ്ങളുടെ പ്രൊജക്ഷൻ എന്താണ്? ഞങ്ങളെ ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അറിയാവുന്നൊരു സത്യം, തൃശ്ശൂർ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച പാർട്ടിയുടെ പേര് CPI എന്നാണ്. 10 തവണ CPIയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലമാണ് ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം.